മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. എനിക്കതിനെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറയാനുണ്ട്. എനിക്ക് അങ്ങനെ അതിനായിട്ടാണ് രാവിലെ വന്നിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, തുടങ്ങാം, വീഡിയോ തുടങ്ങാം. ഗൈസ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും കരുത്തുള്ള സ്ത്രീ ആരാണ്? അമ്മയായിരിക്കും. ഒരുപാട് പേർക്കും അമ്മയായിരിക്കും. പക്ഷെ അതിനുള്ള കാരണം എന്തായിരിക്കും? അവരങ്ങനെ അമ്മ ആണ് എപ്പോഴും ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ആദ്യം ആലോചിക്കുന്ന അമ്മയാണ്. പക്ഷെ അങ്ങനെ ആലോചിക്കാനുള്ള കാരണം എന്തായിരിക്കും? ബിക്കോസ് എനിക്ക് ഏറ്റവും കരുത്തുള്ള സ്ത്രീ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ഉമ്മയാണെന്ന് പറയും. ഞാൻ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഉമ്മ കടന്നു പോയിട്ടുള്ള മോശമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അതെല്ലാം തരണം ചെയ്ത് ഇപ്പം നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ എത്തിയത് കൊണ്ടാണ് ഞാൻ അമ്മയെ കരുത്തുള്ള സ്ത്രീ എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ അങ്ങനെ ആലോചിക്കാനുള്ള കാരണം അമ്മ സക്സസ് ആയതുകൊണ്ടാണോ അതോ ഇതുപോലെ മോശം സാഹചര്യങ്ങളിൽ കടന്നു പോയതുകൊണ്ടാണോ? എൻ്റെ ഉമ്മായും ഇതുപോലെയുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയത്. അതുകൊണ്ട് ഏറ്റവും കരുത്തുള്ള സ്ത്രീ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഉമ്മയാണ്. എൻ്റെ കുട്ടിക്കാലത്തും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ഉമ്മാരെ കാലത്ത്. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, എന്നാലും ഉമ്മാക്കൊന്നും വിദ്യാഭ്യാസം ഇല്ല. അതുപോലെ അതിനെയൊക്കെ പണം ഇല്ല. അവരെയൊക്കെ ഈ വീട്ടിലെ ജോലിയും ചെയ്ത് അങ്ങനെയൊക്കെ കിടന്ന് ഒരുപാട് അനുഭവിച്ച് ആ അനുഭവത്തിലൂടെ തരണം ചെയ്ത് ഉമ്മ പോയിട്ടുണ്ട്. ആ അനുഭവമാണ് എനിക്ക്. അന്ന് ഒക്കെ പഠിച്ചൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടുമായിരുന്നു. അതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. ആ അമ്മമാരെ അവസ്ഥ തന്നെയാണ് എനിക്ക്. ഓഫ്കോഴ്സ് നമ്മൾ ഫിസിക്കലി വീക്കാണ്. ഒരിക്കലും പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവർ ലോഡ് എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ബോഡി അങ്ങനെയാണ് എന്ന് വിചാരിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് കിട്ടേണ്ട ഒരു മൂല്യം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ആ സാധനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ നേടിയെടുക്കാനുള്ള. ഈ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടണം ഒരു ജോലി ഈ ഒരു സൊസൈറ്റിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വെറുതെ സർട്ടിഫിക്കറ്റിനോ ജോലിക്കോ മാത്രമല്ല. ഈ ജോലി കിട്ടുന്നത് നമ്മളിപ്പം എന്തായാലും കല്യാണം കഴിഞ്ഞൊരു വീട്ടിലോട്ട് പോവാണ്. അപ്പം നല്ലൊരു എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റെസ്പെക്റ്റ് നമുക്ക് അവർ തരും. അല്ലാതെ നമ്മൾ ഒരുമാതിരി പട്ടിക്ക് തുല്യമായിരിക്കും ഇട്ടേക്കുന്നത്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഒരു തൊഴിൽ, ഞാൻ കുഞ്ഞിലെ തൊട്ട് കാണുന്ന ഫേസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എനിക്കും പേടിയാണ്, ഞാനും കല്യാണം കഴിഞ്ഞ് പോയി ഇനി അങ്ങനെ ആയിരിക്കുമോ. അതുകൊണ്ടാണ് മിക്കുള്ള പെൺകുട്ടികളും ഇപ്പോൾ കല്യാണം വേണ്ടാന്ന് തീരുമാനിക്കുന്നതിൻ്റെ കാരണം അവർ അങ്ങനെയാണ് കണ്ടു വളരുന്നത്. ഞാൻ കണ്ടെന്ന് വെച്ചാൽ ഉമ്മയെ എടുത്തിട്ട് അടിക്കണതും ഫുഡ് വാരി എറിയുന്നത്, ഭയങ്കര അബ്യൂസീവായിട്ടുള്ള ഒരു ഫാമിലി. അതിനകത്തുനിന്ന് ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇപ്പോൾ ശരിക്കും നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഈ ഒരു എൻവയോൺമെൻറ്റ്, ഒരു ശാന്തമായിട്ടുള്ള എൻവയോൺമെൻറ്റ് എനിക്ക് കുഞ്ഞിലേ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ശാന്തമായിട്ടുള്ള ഒരിത് തോന്നണത്? അതായത് അബ്യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആരും ഇല്ല. നമ്മളെ ദ്രോഹിക്കാനും കാര്യങ്ങളും ആരും ഇല്ല. കുടിക്കണ കഞ്ഞിക്കും വെള്ളത്തിന് സ്വസ്ഥതയുണ്ട്. നിങ്ങൾക്കൊരു സത്യം അറിയോ? സ്ത്രീകൾക്ക് പുരുഷനില്ലാതെ ജീവിക്കാൻ പറ്റും, പക്ഷെ ഒരു പുരുഷന് സ്ത്രീ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അത് ഒരു സത്യമാണ്. ജീവിക്കണവരുണ്ട് അങ്ങനെ. എന്താണ്, സ്ത്രീ ഇല്ലാതെ ജീവിക്കുന്നവർ ചിലപ്പോൾ ഒരു സെർവൻറ്റിനെ വെച്ചിട്ട് ജീവിക്കുന്നവരായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിക്കറിയത്തില്ല. ഉണ്ട്. ഇപ്പോൾ ഡെലിവറിയോടുകൂടി ഭാര്യ മരിച്ചു പോകുന്ന എത്രയോ കേസുകളുണ്ട്. മക്കളെ നന്നായിട്ട് വളർത്തുന്ന എത്രയോ അച്ഛന്മാരുണ്ട്. അപ്പോൾ ഇല്ലയെന്നല്ല, ഞാൻ കണ്ടു വളർന്ന എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതും ഉമ്മക്ക് ആ ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്, ഹസ്ബൻഡിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു എൻവയോൺമെൻറ്റ്, ആ ഒരു വീട് നമുക്ക് കിട്ടിയിട്ടില്ല. കുട്ടികളെന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയിട്ടില്ല, വൈഫ് എന്നുള്ള നിലയിൽ ഉമ്മാക്കും കിട്ടിയിട്ടില്ല. അന്ന് ഉമ്മാക്ക് വേണമെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാമായിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമായിരുന്നു. പക്ഷേ എങ്ങോട്ട് പോകും? കാരണം ഉമ്മയുടെ സിബ്ലിങ്സ് എല്ലാം, ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് പല സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഉമ്മ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു അധികപ്പറ്റാവും എന്നുള്ള ഒരു പേടി. അതാണ് പറഞ്ഞത്. സ്ത്രീകൾ കല്യാണം കഴിഞ്ഞൊരു വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർക്ക് തിരിച്ച് ഇറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യാനായിട്ട് നോക്കുന്നത്. ഉമ്മാക്ക് അന്ന് എഡ്യൂക്കേഷൻ ഇല്ല. എപ്പോഴും വാപ്പാക്ക് വെച്ച് വിളമ്പി കൊടുക്കണം, തുണി കഴുകി കൊടുക്കണം, അണ്ടർ ഗാർമെൻറ്റ്സ് കഴുകി കൊടുക്കണം. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഴ്സ്റ്റായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മയാണ്. അത് ഞാൻ ഓപ്പണായിട്ട് പറയാം. എനിക്കതിൽ പറയാൻ ഒരു മടിയില്ല. കാരണം അത്രയ്ക്ക് ഹേർട്ടായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നും. ഇതുപോലെ ആയിരിക്കും മിക്കുള്ള സ്ത്രീകൾക്കും അനുഭവിച്ച് കിടക്കണതല്ലേ. അതെ, എങ്ങോട്ട് പോകുന്നുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട്
കിടക്കും. നമ്മളപ്പോൾ വീട്ടിൽ ചെന്നാലും പറയണ എന്തരാണ്, അങ്ങ് പോയി നില്ല്, അങ്ങനെ സോൾവ് ചെയ്യാനൊരു കമ്മിറ്റി ഉണ്ട്. പുരുഷന്മാരുടെ ഒരു കമ്മിറ്റി ഉണ്ട്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ നടക്കുന്ന കുറച്ച് കമ്മിറ്റിക്കാരുണ്ട്. അവരെ കുടുംബക്കാരെടുത്ത് പറഞ്ഞു തല മൂത്ത കുറച്ച് പുരുഷന്മാർ അവർ വന്നിട്ട് നമുക്കൊന്ന് പറഞ്ഞു തീർക്കാം, ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളല്ലേ, ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങളല്ലേ, അതിനെയൊക്കെയാണ് ആദ്യം. പക്ഷെ അതിനകത്ത് നടക്കുന്ന അനുഭവിക്കുന്നത് സ്ത്രീകളാണ്, നമ്മളാണ്. നമുക്ക് മാത്രമേ അറിയാൻ പറ്റൂ. വെളിയിൽ ഒരാൾ നിൽക്കുന്ന വെളിയിലുള്ള നാട്ടുകാർക്ക് അവർക്കാർക്കും അറിയാൻ പറ്റൂല. അവരെ മുന്നിൽ അങ്ങനെ ഉള്ളവരെങ്ങനെ മാന്യനായിട്ട് അഭിനയിക്കും. അങ്ങനെയാണ് മാന്യനാണ്. പക്ഷെ വീട്ടിനകത്ത് ഒരു സാധനവും കാണൂല. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലോ. അനുഭവിച്ചിട്ടും മുമ്പോട്ട് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര അഭിമാനം തോന്നാറുണ്ട്. പക്ഷെ അപ്പോഴും നമ്മളെ പോലെയുള്ള സ്ത്രീകൾ എന്ത് ചെയ്യും, മക്കളെ കരുതി കിടക്കും. മക്കളെ ഭാവി എന്താവും, മക്കളെ വിചാരിച്ച് കിടക്കും. ഗൈസ്, എനിക്ക് വർക്കുള്ളതുകൊണ്ടാണ് ചേഞ്ച് ചെയ്തത് ഡ്രസ്സ്. അപ്പം എന്താണ് ഉമ്മക്ക് പറയാനുള്ള ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ ഒരു ഇതുപോലെ എന്തെങ്കിലും ഒരു മെസ്സേജ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുള്ളത്? അപ്പം ഇന്ന് ഇതൊക്കെ കാണുമ്പോൾ അഭിമാനമാണ് തോന്നുന്നത്. പിന്നെ ഇപ്പോഴുള്ള മക്കളെ ഇതുപോലെ കരാട്ടെ പിന്നെ ഇങ്ങനെയുള്ള മേഖലകളിൽ പഠിപ്പിച്ച് അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കണം. അതായത് സ്ത്രീകൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ തന്നെ ഒരുക്കിയെടുക്കണം. അപ്പോൾ അതിന് കുറച്ച് ധൈര്യവും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് സത്യം പറഞ്ഞു. അത് പാരന്റിങ് ഒരു സൈഡിലുണ്ട്, പാരൻസ് അത് പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ ഒരു വശം സൈഡിലുണ്ട്. ഇനിയുള്ള പാരൻസ് ആവാൻ പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ, പ്ലീസ് ടീച്ച് ദം സെൽഫ് ഡിഫെൻസ്. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക. ലൈക്ക് സ്ക്രീം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡ് സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത്. ഇതൊക്കെ തന്നെയാണല്ലോ ഗൈസ്, ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നല്ലതുപോലെ മുന്നോട്ട് പോവുക. ഇത്രയൊക്കെ ഉള്ളൂ.